ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഇന്ന് വന്നിട്ട് വെനസ്ഡേ ഗൈഡൻസ് ആണ് നോക്കുന്നത്. അതായത് ജൂൺ 11 എനർജിയാണ്. ഇന്ന് വളരെ പ്രത്യേകതയുള്ള ദിവസമാണ്. ഇന്ന് പൗർണമിയാണ്, ഫുൾ മൂൺ ആണ്. അപ്പോൾ ഈ ഒരു ഊർജ്ജം, എനർജി നന്നായിട്ട് നിങ്ങൾ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഒരു 5 to 10 മിനിറ്റ്സ് മൂൺ ലൈറ്റായിട്ട് കണക്ട് ചെയ്യുക, മെഡിറ്റേറ്റ് ചെയ്യുക. അതെല്ലാം നിങ്ങളെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ വ്യക്തമാകുന്നതാണ്, ക്ലിയർ ആകുന്നതാണ്. പാസ്റ്റിലെ എന്തെങ്കിലും കാര്യങ്ങൾ ഉപേക്ഷിക്കാനായിട്ടുണ്ടെങ്കിൽ, ലെറ്റ് ഗോ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ, ആ ഒരു ഫീലിങ്സും ആ ഒരു ഇമോഷൻസും സർഫസ് ലെവലിലോട്ട് പൊങ്ങി വരുന്ന സമയമാണ്. അപ്പോൾ എന്താണോ നിങ്ങൾക്ക് വേണ്ടാത്തത് അത് ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഇനി വരുന്ന ദിവസങ്ങളിൽ. അത് ന്യൂ മൂൺ ടൈമിൽ ഒരു ഫ്രഷ് ബിഗിനിങ് കൊണ്ടുവരാനായിട്ട്, പുതിയൊരു തുടക്കം കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഒത്തിരി മാനിഫെസ്റ്റേഷൻസ്, ഒത്തിരി നിങ്ങൾ ആഗ്രഹിച്ച ഒത്തിരി കാര്യങ്ങൾ ലൈഫിലോട്ട് വരുന്ന ഒരു സമയവുമാണ്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് നിങ്ങൾ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നെക്സ്റ്റ് ഇനി നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പൈൽ 1 ആൻഡ് പൈൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നും ഒരു എനർജി ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ വെനസ്ഡേ ഗൈഡൻസ് എന്താണെന്ന്. ജൂൺ 11 എനർജി ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് പൗർണമിയാണ്, ഫുൾ മൂൺ ഡേ ആണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജീസും നമുക്ക് നോക്കാം. ഫസ്റ്റ് വന്നിട്ട് ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നല്ല മഴ വരുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇന്നത്തെ ഓവറോൾ എനർജി വന്നിട്ട് ലവ്, റിലേഷൻഷിപ്പ്, സ്നേഹമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഊർജ്ജമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം ഒത്തിരി ലെസൺസ്, ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഊർജ്ജം, ഒരു പൊട്ടൻഷ്യൽ, ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഹീലിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. ഇവിടെ നമുക്ക് 3 of Swords വന്നിട്ടുണ്ട്. ഇതിലും ആ ഒരു പെയിൻ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഹീലിംഗ് കൊണ്ടുവരാനായിട്ട്, നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, സംരക്ഷിച്ച് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് അവസരങ്ങൾ, എനർജീസ് വരുന്നതാണ്. അതിന് ഫസ്റ്റ് നിങ്ങളുടെ ഉള്ളിൽ എന്ത് കൺഫ്യൂഷനാണോ ഉള്ളത്. ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടാകാം, ഒത്തിരി എന്താ പറയുക, തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിൽ ഒത്തിരി ചോയ്സസ് ഉണ്ടാകാം. അപ്പോൾ അത് കുറച്ച് പേരെ കൺഫ്യൂഷൻ ആക്കുന്നതുമായിരിക്കാം. അപ്പോൾ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു എനർജി, ആ ഒരു ഊർജം ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട്, അക്നോളജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ചും കൂടെ നിങ്ങളുടെ റിയാലിറ്റി എന്താണോ, സത്യസന്ധമായിട്ടുള്ള എനർജി എന്താണോ അതായിട്ട് കണക്ട് ചെയ്യുക. അത് നിങ്ങളെ കുറച്ചും കൂടെ പോസിറ്റീവ് എനർജിയിൽ നിലനിർത്താനായിട്ട് ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കാരണം നമ്മൾ കാര്യങ്ങളെ ഉൾക്കൊള്ളാതെ നമ്മൾ അതിനെ ഡിനൈ ചെയ്യുമ്പോൾ, അതിനെ നമ്മൾ എതിർക്കുമ്പോൾ കൂടുതൽ പെയിനിലോട്ട് നമ്മൾ പോകുന്നതാണ്. കുറച്ച് പേർക്ക് ഓവർ എക്സ്പെക്റ്റേഷൻസ് വെക്കുന്നുണ്ടാകാം, അമിതമായിട്ടുള്ള ഒരു പ്രതീക്ഷ വെക്കുന്നുണ്ടാകാം ഒരു എനർജിയിൽ വന്നിട്ട്. അവിടെ എന്തെങ്കിലുമൊക്കെ നിരാശ, നിങ്ങൾ വിചാരിച്ച പോലത്തെ എനർജി വരാത്തപ്പോൾ കുറച്ചൊരു എന്താ പറയുക, ലോ വൈബ്രേഷനിലോട്ട് പോകുന്നതുമാകാം. അപ്പോൾ നിങ്ങളോട് പറയുന്നത്, എവിടെയാണോ നോ പറയേണ്ടത്, സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ടത്, നിങ്ങളുടെ ബൗണ്ടറി സ്ട്രോങ് ആക്കേണ്ടത്, അത് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ അതിർവരമ്പുകൾ കുറച്ചും കൂടെ സംരക്ഷിച്ച് നിർത്താനായിട്ട്, പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും പോസിറ്റിവിറ്റി നൽകുന്ന എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ, അറിവുകൾ, ന്യൂസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ ഒരു മാരേജ് പ്രപ്പോസലിൻ്റെ എനർജി, അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് കണക്ഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു എനർജിയിൽ ഒരു ഫാസ്റ്റ് മൂവ്മെൻ്റ് ഉണ്ടാകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകുന്നുണ്ടാകാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അടുത്തത് എന്താണോ ചെയ്യേണ്ടത് അതിലോട്ട് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പോസിറ്റിവിറ്റി കൊണ്ടുതരുന്നതാണ്, ഒത്തിരി ഹീലിംഗ് കൊണ്ടുതരുന്നതാണ്. ഒൺലി തിങ്, ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് നിങ്ങളുടെ ഫുൾ മൂൺ എനർജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
ഈ ഒരു ഫുൾ മൂൺ നിങ്ങളുടെ ലൈഫിൽ എന്ത് മാനിഫെസ്റ്റേഷനാണ് കൊണ്ടുവരുന്നത്, പോസിറ്റീവായിട്ടുള്ള എനർജീസ് ബ്ലെസ്സിങ്സ് ആണ് കൊണ്ടുവരുന്നതെന്ന് നോക്കാം. പായൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ ലൈഫിലോട്ട് ഈ ഒരു ഫുൾ മൂൺ എന്ത് പോസിറ്റീവ് ചേഞ്ചസ് ബ്ലെസ്സിങ്സ് ആണ് കൊണ്ടുവരുന്നത്? താങ്ക് യു. സണ്ണിൻ്റെ എനർജി എഗെയിൻ ഇവിടെ ഒത്തിരി ഈ ഒരു സണ്ണിൻ്റെ ഊർജ്ജമാണ്, ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജി, ഒത്തിരി സന്തോഷം, സക്സസിൻ്റെ എനർജി ഈ ഒരു ഫുൾ മൂൺ നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരുന്നതാണ്. ഇവിടെയും നമുക്ക് വിക്ടറിയുടെ എനർജി കാണുന്നുണ്ട്, സക്സസിൻ്റെ എനർജി കാണുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മാജിക്കലായിട്ടുള്ള ഇതുവരെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ അത് നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കാം. കുറച്ച് പേർക്ക് ഡിവൈൻ ആയിട്ടുള്ള കണക്ഷനാണ്, ഈശ്വരനായിട്ട് കുറച്ചും കൂടെ കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്. കുറച്ച് പേർക്ക് സൺ വന്നേക്കുന്നത് കൊണ്ടിട്ട് ഫാദർ ഫിഗർ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള മാസ്കുലിൻ എനർജീസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അവരുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ വൂൺസ്, എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളുണ്ടെങ്കിൽ അവിടെ ഒരു വ്യക്തത, ക്ലാരിറ്റി, ഹീലിംഗ് ഈ ഒരു ഫുൾ മൂൺ എനർജി നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നതാണ്. ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൽ കുറച്ച് പേർക്ക് നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് മുന്നോട്ടുള്ള ലൈഫിൽ ഒരു പുരോഗതി, ഗ്രോത്ത് കൊണ്ടുവരാനായിട്ടുള്ള ഒത്തിരി പ്ലാനിങ് നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവിടെ ഒരു സ്റ്റെബിലിറ്റി ആയിരിക്കാം, ബാലൻസ് ആയിരിക്കാം. കുറച്ച് പേർക്ക് റിലേഷൻഷിപ്സിലായിരിക്കാം ഈ ഒരു ബ്ലെസ്സിങ് വരുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളുടെ മണി കറക്റ്റ് പ്ലേസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട്, നിക്ഷേപിക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ് കൊണ്ടുവരുന്നത്. അത് പിന്നീട് വരുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് ഒത്തിരി ബ്ലെസ്സിങ്സ്, പ്രോഫിറ്റ് കൊണ്ടുവരുന്നതാണ്. കുറച്ച് പേർക്ക് ഭൂമി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു സൊല്യൂഷൻ, ഒരു ആൻസർ ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെയും ഒത്തിരി സ്പിരിച്വൽ സപ്പോർട്ട് കാണുന്നുണ്ട്. ഇവിടെ കിങ് ഓഫ് സോഡ്സിൽ അഗെയിൻ കമ്മ്യൂണിക്കേഷനാണ് കാണുന്നത്. എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള മെസ്സേജസ്, വാർത്തകൾ, ഇൻഫർമേഷൻ അത് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് റിലേഷൻഷിപ്സിൽ, വ്യക്തിബന്ധങ്ങളിൽ ഒരാൾ ഒത്തിരി ഇമോഷണൽ എനർജിയിൽ ഇരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു കൂടുതലായിട്ട് ആ ഒരു ഡിവൈൻ ഫെമിനിൻ എനർജിയിലിരിക്കുന്ന വ്യക്തിയായിരിക്കാം. മറുവശത്ത് നിൽക്കുന്ന വ്യക്തി കുറച്ചൊരു ഇമോഷണലി കുറച്ചൊരു അൺഅവൈലബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. അതായത് നമ്മൾ എന്താണോ ചെയ്യുന്നത്, ഇമോഷണലി നമ്മൾ എന്താണോ പറയാനായിട്ട് ശ്രമിക്കുന്നത് അത് ഉൾക്കൊള്ളാനായിട്ട്, അത് മനസ്സിലാക്കാനായിട്ട് ആ ഒരു വ്യക്തിക്ക് കഴിവുണ്ടാകത്തില്ല. ആ ഒരു വ്യക്തി വേറെ ലെവലിൽ നിന്നിട്ട് ലോജിക്കലായിട്ട്, പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം, പ്രായോഗികമായിട്ട് ചിന്തിക്കുന്ന വ്യക്തിയായിരിക്കാം. ഇമോഷണലി കണക്ട് ചെയ്യാനായിട്ട് ആ ഒരു വ്യക്തിക്ക് ബുദ്ധിമുട്ടുണ്ടാകാം. അങ്ങനെ ഒരു പ്രോബ്ലം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെയും കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് എനർജി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും നല്ലൊരു അഡ്വൈസ് ആണ്, ഒരു ഗൈഡൻസ് ആണ്, ലൈഫിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു ഉപദേശം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഫുൾ മൂൺ മുതൽ അടുത്ത ന്യൂ മൂൺ വരെയുള്ള ടൈം പീരീഡ്, അമാവാസി വരെയുള്ള ടൈം പീരീഡിലെ എനർജിയാണ്. ഈ ഒരു സമയത്ത് വന്നിട്ട് പെർജിങ്ങിൻ്റെ എനർജിയാണ്. അതായത് നമുക്ക് മുന്നോട്ട് സെർവ് ചെയ്യാത്ത കാര്യങ്ങൾ, കളഞ്ഞ് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾ, അത് ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവസരങ്ങൾ, സിറ്റുവേഷൻസ് വരുന്നതാണ്. അപ്പോൾ അത് നന്നായിട്ട് പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം, പായൽ 1 സെലക്ട് ചെയ്തവർക്ക് എന്ത് എനർജീസാണ് ലെറ്റ് ഗോ ചെയ്യേണ്ടത്, എന്ത് കാര്യങ്ങളാണ് കുറച്ചും കൂടെ കെയർഫുൾ ആകേണ്ടതെന്ന് നോക്കാം. ഈ ഒരു ഫുൾ മൂൺ മുതൽ അടുത്ത ന്യൂ മൂൺ വരെയുള്ള ആ ഒരു ഫേസിൽ. റിലേഷൻഷിപ്സ്, വ്യക്തിബന്ധങ്ങളുടെ എനർജിയാണ്. ഐ ആം അട്രാക്റ്റഡ് ടു ദോസ് പീപ്പിൾ ഹൂ സെർവ് മൈ ഹയസ്റ്റ് ഗുഡ്. ഓക്കെ, നിങ്ങളുടെ വളർച്ച, നിങ്ങളുടെ ഗ്രോത്ത് മുരടിപ്പിക്കുന്ന അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്ന എനർജീസ് നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ വ്യക്തിബന്ധങ്ങളുടെ രൂപത്തിലായിരിക്കാം, ലവ് റിലേഷൻഷിപ്പ്, പാസ്റ്റിലെ എന്തെങ്കിലുമൊക്കെ എനർജീസ് ആയിരിക്കാം. അവിടെ കുറച്ചും കൂടെ ഒരു എഗെയിൻ ആ ഒരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ടാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ അതിർവരമ്പുകൾ സ്ട്രോങ് ആക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് മുന്നോട്ട് ഗ്രോത്ത് നൽകാത്ത, അഭിവൃദ്ധി നൽകാത്ത, എപ്പോഴും ഒരു പെയിൻ, ഒരു ലോ വൈബ്രേഷനിലോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ, ചിലപ്പോൾ ഇത് മെമ്മറി ആയിരിക്കാം, പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഓർമ്മകളായിരിക്കാം കുറച്ച് പേർക്ക്. അത് ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടാണ് കുറച്ച് പേരോട് ഈ ഒരു ടൈമിൽ പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. താങ്ക് യു.
കമ്മ്യൂണിക്കേഷൻ ഈസ് കീ, ജെമിനായുടെ എനർജിയാണ്. ഇവിടെ വന്നിട്ട് ക്ലാരിറ്റിയോടുകൂടിയും വ്യക്തതയോടുകൂടിയും കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ആ ഒരു എനർജി എക്സ്ചേഞ്ച് നടത്താനായിട്ടും ശ്രമിക്കുക. അതും നിങ്ങളെ ഈ ഒരു സമയത്ത് സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ടെസ്റ്റിംഗ് ഫേസിൽ കൂടെ പോകുന്നുണ്ടാകാം. നിങ്ങളെ പരീക്ഷിക്കുന്ന ഒരു എനർജി കുറച്ച് പേർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങളോട് പറയുന്നത് അവിടെയെല്ലാം കുറച്ചും കൂടെ സ്നേഹത്തോടു കൂടി കമ്പാഷൻ്റെ എനർജിയിൽ നിങ്ങൾ കാര്യങ്ങളെ നോക്കിക്കാണാനായിട്ട് ശ്രമിക്കുക. അത് സിറ്റുവേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. ചില സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബോൾഡായിട്ട് നിങ്ങളുടെ ആ ഒരു എനർജിയിലിരുന്നിട്ട് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യം വരുന്നുണ്ടാകാം. അപ്പോൾ അത് മനസ്സിലാക്കുക. കുറച്ച് പേർക്ക് ഹീലിങ്ങിന് വേണ്ടിയിട്ടായിരിക്കാം, ലെറ്റ് ഗോ ചെയ്യാനായിട്ടായിരിക്കാം നിങ്ങൾ ഫസ്റ്റ് മുൻകൈ എടുക്കേണ്ടി വരുന്നുണ്ടാകാം. അപ്പോൾ അവിടെ കുറച്ചൊരു സ്ട്രെങ്ത്ത്, ബോൾഡായിട്ടുള്ള ഒരു എനർജി ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം, ആത്മധൈര്യം ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. അപ്പോൾ അതും ശ്രദ്ധിക്കുക. എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അത് ശ്രദ്ധയോടുകൂടി ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പറയാനായിട്ട് ശ്രമിക്കുക. അത് ഓവറോൾ നിങ്ങളെ സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ കുറച്ചും കൂടെ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യേണ്ട ചക്ര എനർജി നോക്കാം. പൈൽ നമ്പർ 1 സേക്രൽ ചക്ര, അതായത് നമ്മുടെ രണ്ടാമത്തെ ചക്രയായ സ്വാധിഷ്ഠാന ചക്രയുടെ എനർജിയാണ്. അപ്പോൾ അവിടെ കുറച്ചും കൂടെ ഹീലിംഗ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാനായിട്ടാണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ചെയ്യുക, ഹീലിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് ഹീലിംഗിൽ ഫോക്കസ് ചെയ്യുക, സേക്രൽ ചക്ര ഹീലിംഗിൽ ഫോക്കസ് ചെയ്യുക. അത് നിങ്ങളുടെ ലൈഫിൽ ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട്, ഫ്രഷ് സ്റ്റാർട്ട് കൊണ്ടുവരാനായിട്ട്, പുതിയ തുടക്കം കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ വെനസ്ഡേ ഗൈഡൻസ് എന്താണെന്ന്. അതായത് ജൂൺ 11 എനർജിയാണ്. ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് പൗർണമിയാണ്, ഫുൾ മൂണാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജീസും നമ്മൾ നോക്കുന്നതാണ്. ഫസ്റ്റ് ഇന്നത്തെ ഗൈഡൻസ് നോക്കാം, അതിനുശേഷം ഫുൾ മൂൺ എനർജി നോക്കാം. ഓക്കെ, അപ്പോൾ പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ വെനസ്ഡേ ഗൈഡൻസ് എന്താണ്? താങ്ക് യു. 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. ഓവറോൾ ഈ ഒരു ദിവസം ഒത്തിരി അക്കംപ്ലിഷ്മെൻറ്റ്, ഒത്തിരി നേട്ടങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ള ഒരു എനർജി, ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം, കുടുംബത്തിൻ്റെ ഐക്യമായിരിക്കാം, യൂണിറ്റി ആയിരിക്കാം കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ആയിട്ട് വരുന്നത്. കുറച്ച് പേർക്ക് പിതൃക്കളുടെ എനർജിയാണ്, പൂർവികരുടെ എനർജിയാണ്. അത് മായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് ആയിരിക്കാം കുറച്ച് പേരുടെ ലൈഫിലോട്ട് വരുന്നത്. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് എനർജി വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 8 ഓഫ് വാൻഡ്സിൻ്റെ എനർജി, 4 ഓഫ് സോഡ്സിൻ്റെ എനർജി. കുറച്ചൊന്ന് കെയർഫുൾ ആകേണ്ടത് സ്പീഡാണ്. പെട്ടെന്ന് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഡീറ്റെയിൽസ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മിസ്സായി പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് നോക്കാനായിട്ട് ശ്രമിക്കുക. യാത്രകൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കെയർഫുള്ളായിട്ട് സമാധാനത്തിൻ്റെ എനർജിയിലിരുന്നിട്ട് നിങ്ങളത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് റെസ്റ്റിൻ്റെ ആവശ്യം ഉണ്ടാകാം. ഒത്തിരി ബിസി ആയിട്ടിരിക്കുന്ന ടൈം പീരീഡ് ആയിരിക്കും. അപ്പോൾ കുറച്ചൊരു റെസ്റ്റ് ആൻഡ് റിപ്പയർ എടുക്കാനായിട്ട്, ആവശ്യത്തിന് വിശ്രമിക്കാനായിട്ട്, നിങ്ങളുടെ എനർജി റീചാർജ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. അതെല്ലാം ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വരുന്നുണ്ട്. 8 ഓഫ് കപ്സിൻ്റെ എനർജി. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഊർജം, എന്തെങ്കിലുമൊക്കെ ഓഫേഴ്സ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. പക്ഷേ അത് എഗെയിൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് അതിൻ്റെ ഊർജ്ജം, അതിൻ്റെ എനർജി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് സെർവ് ചെയ്യാത്ത കാര്യങ്ങളാണെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്തിട്ട് മുന്നോട്ട് പോവുക. അത് വേണ്ടെന്ന് വെച്ചിട്ട് മുന്നോട്ട് സഞ്ചരിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ മണി ഫിനാൻസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എനർജീസ് ആയിരിക്കാം. അവിടെയും കുറച്ചൊരു സ്റ്റെബിലിറ്റി ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. അത് കൈകാര്യം ചെയ്യുന്ന രീതിയിലായിരിക്കാം, മാനേജ് ചെയ്യുന്ന രീതിയിലായിരിക്കാം. നിങ്ങൾ ഓവറായിട്ട് മണി സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കെയർഫുള്ളാകുക. അതും കുറച്ച് പേരെ ഈ ഒരു സമയത്ത് സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് നിങ്ങളുടെ ഫുൾ മൂൺ എനർജീസ് നോക്കാം. അതായത്
ഈ ഒരു ഫുൾ മൂൺ നിങ്ങളുടെ ലൈഫിൽ എന്തെല്ലാം പോസിറ്റീവായിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് ആണ്, ബ്ലെസ്സിങ്സ് ആണ് കൊണ്ടുവരുന്നതെന്ന് നോക്കാം. എന്ത് എനർജീസ് ആണ് ഈ ഒരു ഫുൾ മൂൺ എനർജി കൊണ്ടുവരുന്നത്? താങ്ക് യു. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഇത് സ്പിരിച്വൽ ആയിട്ടുള്ള, ആത്മീയമായിട്ടുള്ള ഒരു എനർജിയാണ്. കാര്യങ്ങളെ കുറച്ചും കൂടെ ഒരു പ്ലേഫുൾ രീതിയിൽ എടുക്കാനായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ഒത്തിരി സീരിയസ്ലി നിങ്ങളുടെ ഉള്ളിലോട്ട് എടുക്കുമ്പോൾ, പേഴ്സണലി നിങ്ങളുടെ ഉള്ളിലോട്ട് എടുക്കുമ്പോൾ ഒത്തിരി ഹേർട്ടാകുന്നതാണ്, ഒത്തിരി വിഷമിക്കുന്നതാണ്, അല്ലെങ്കിൽ ചില സിറ്റുവേഷനോട് നോ പറയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നതാണ്. അപ്പോൾ അവിടെ കുറച്ചൊരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് എന്തെങ്കിലുമൊക്കെ സ്പിരിച്വൽ എനർജി നിങ്ങളെ സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ഇമോഷണലി എന്തെങ്കിലുമൊക്കെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ്. കുറച്ച് പേർക്ക് ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം, കുറച്ച് പേർക്ക് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിലായിരിക്കാം. ഡീപ്പായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് ലഭിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് അഗെയിൻ നിങ്ങളുടെ ആത്മീയമായിട്ടുള്ള എനർജിയാണ്, സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ന്യൂ എനർജീസ്, ബ്ലെസ്സിങ്സ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ ആഗ്രഹിച്ച എന്തെങ്കിലും കാര്യങ്ങൾ ലൈഫിലോട്ട് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്ന ടൈം പീരീഡാണ്. ഒത്തിരി നിങ്ങൾ ഇമോഷണലി അവിടെ ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകാം, ഒത്തിരി ആഗ്രഹിച്ച എന്തെങ്കിലും കാര്യങ്ങൾ ലൈഫിലോട്ട് വരുന്ന ഒരു എനർജിയാണ്. എഗെയിൻ കുറച്ച് പേർക്ക് അത് റിലേഷൻഷിപ്പിലായിരിക്കാം, വ്യക്തിബന്ധങ്ങളിലായിരിക്കാം. കുറച്ച് പേർക്ക് ക്രിയേറ്റീവ് സൈഡായിരിക്കാം, കലാപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, തിയേറ്റർ, മ്യൂസിക്, ഡാൻസ്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എനർജീസിൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റിവിറ്റി വരുന്നതായിട്ട്, കുറച്ച് പേർക്ക് എന്തെങ്കിലും പുതിയ ഇൻസ്പിറേഷൻ, പുതിയ ഐഡിയ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ ഒരു ലീഡർഷിപ്പ് റോളാണ്, എന്തെങ്കിലുമൊക്കെ ഒരു സ്പോട്ട് ലൈറ്റ് ലഭിക്കുന്നതായിട്ട്, എന്തെങ്കിലുമൊക്കെ ഒരു നിങ്ങളുടെ ക്രിയേറ്റീവ് സൈഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു നേതൃത്വ പാഠവും കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പല രൂപത്തിലായിരിക്കാം. കുറച്ച് പേർക്ക് പബ്ലിക് സ്പീക്കിംഗ് ആയിരിക്കാം, കുറച്ച് പേർക്ക് എഗെയിൻ എന്തെങ്കിലും ഒരു ഹയർ പൊസിഷൻ, പ്രൊമോഷൻ്റെ എനർജി ആയിരിക്കും. ഇവിടെ 5 ഓഫ് സോഡ്സിൽ വന്നിട്ട് എഗെയിൻ ഹെൽത്തി ബൗണ്ടറിയുടെ എനർജിയാണ്. നിങ്ങൾക്ക് സെർവ് ചെയ്യാത്ത കാര്യങ്ങൾ, നിങ്ങളുടെ തന്നെ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ക്യാരക്ടറിൽ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ, നിങ്ങളുടെ പാറ്റേൺസിൽ എന്തെങ്കിലുമൊക്കെ ഹീലിംഗ് കൊണ്ടുവരാനായിട്ടുള്ള ഒരു അവസരമായിരിക്കാം. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ബാഡ് ഹാബിറ്റ്സ് ഉണ്ട്, അത് മാറ്റണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അവിടെയായിരിക്കും ഒരു ബ്ലെസ്സിങ് കടന്നു വരുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട്, കറക്റ്റായിട്ട് ആൾക്കാരെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും കുറച്ച് പേരുടെ ലൈഫിൽ വരുന്നുണ്ടാകാം. കണ്ടു, ബാക്കിൽ 9 ഓഫ് കപ്സ് ആണ്, വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ എനർജിയാണ് കാണുന്നത്. കുറച്ച് പേർക്ക് നിന്നുപോയ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം, സ്കോളർഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊമോഷൻ ആയിരിക്കാം, എന്തെങ്കിലും അവാർഡ്സ് ആയിരിക്കാം, അത് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഗുഡ് ഫോർച്യൂണിൻ്റെ എനർജിയും കാണുന്നുണ്ട്. നമുക്ക് ഈ ഒരു എനർജി ഒന്ന് ക്ലാരിഫൈ ചെയ്യാം, എന്താണെന്ന് നോക്കാം. താങ്ക് യു. ഈ ഒരു 5 ഓഫ് സോഡ്സ് എന്താണ്, എന്ത് ബ്ലെസ്സിങ് ആണ് കൊണ്ടുവരുന്നത്? താങ്ക് യു. ബാലൻസ് ആണ് കൊണ്ടുവരുന്നത്. നിങ്ങളുടെ മാസ്കുലിൻ സൈഡിലൊരു ബാലൻസ് ഈ ഒരു ഫുൾ മൂൺ കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലെ മാസ്കുലിൻ എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള ആ ഒരു മാസ്കുലിൻ എനർജിയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ, വൂൺസ്, അത് ബാലൻസിലോട്ട് കൊണ്ടുവരാനായിട്ട്, സ്റ്റെബിലിറ്റി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ഒരു പ്രൊട്ടക്ഷൻ, ഒരു ബ്ലെസ്സിങ് ഉണ്ടാകുന്നതാണ്. കുറച്ച് പേർക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ്, നിങ്ങൾക്ക് സെർവ് ചെയ്യാത്ത എന്തെങ്കിലും പാറ്റേൺസ്, അവിടെ നിന്നിട്ടുള്ള ഒരു സംരക്ഷണമായിരിക്കാം കുറച്ച് പേർക്ക് ഈ ഒരു എനർജി കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഫുൾ മൂൺ മുതൽ ന്യൂ മൂൺ വരെയുള്ള ആ ഒരു ടൈം ഗ്യാപ്പിൽ എന്തെല്ലാം എനർജീസ് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യണം. ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ ഹീലിംഗ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തെല്ലാം എനർജീസ് ലെറ്റ് ഗോ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ മൂൺ ടൈമിൽ നിങ്ങൾക്കൊരു ന്യൂ ഫേസ്, ന്യൂ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇനി നെക്സ്റ്റ് ലെവലിലോട്ട് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യേണ്ടത്? ഫുൾ മൂൺ മുതൽ ന്യൂ മൂൺ വരെയുള്ള ടൈം പീരീഡിൽ എന്തെല്ലാം എനർജീസാണ് ലെറ്റ് ഗോ ചെയ്തിട്ട് മുന്നോട്ട് പോകേണ്ടത്? താങ്ക് യു. ഫസ്റ്റ് നിങ്ങളുടെ അഫർമേഷൻ നോക്കാം. താങ്ക് യു. ചേഞ്ചാണ്, മാറ്റത്തിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളോട് ഇവിടെ പറയുന്നത് ചേഞ്ച്, മാറ്റങ്ങൾ അനിവാര്യമാണ്. അത് നല്ലതാണെങ്കിൽ അത് ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുക.
കാരണം എന്നാൽ മാത്രമാണ് നമ്മളുടെ ലൈഫിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ, മുന്നോട്ട് നമുക്ക് സഞ്ചരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ എന്തെനിക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും, എന്തെനിക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും, അതിലോട്ട് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കുക ഇനി വരുന്ന സമയത്ത് വന്നിട്ട്. അത് നിങ്ങളെ പാസ്റ്റിലെ ഒത്തിരി എനർജീസ് ഹീൽ ചെയ്യാനായിട്ട്, കുറച്ചും കൂടെ ആ കാര്യങ്ങൾ ആത്മീയമായിട്ട് മനസ്സിലാക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് ഇവോൾവ് ചെയ്തിട്ട് സഞ്ചരിക്കാനായിട്ടാണ് ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. താങ്ക് യു. പ്രോസ്പെറിറ്റി ലൈസ് എഹെഡ്. ടോറസിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ സെൽഫ് വർത്ത് ഇഷ്യൂസ് ആയിരിക്കാം, മൂല്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലും സെൽഫ് വർത്ത് ഇഷ്യൂസ് ആയിരിക്കാം. അതും കുറച്ച് പേരോട് അഡ്രസ്സ് ചെയ്യാനായിട്ട്, അതിന് ഹീലിംഗ് കൊടുക്കാനായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ദേഷ്യം, എന്തെങ്കിലുമൊക്കെ ഈഗോ ക്ലാഷസ്, അങ്ങനത്തെ എനർജീസ് ഉണ്ടെങ്കിൽ സ്നേഹം, കമ്പാഷൻ്റെ എനർജി ആയിട്ടും കണക്ട് ചെയ്യുക. സ്നേഹത്തിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ്, പ്രയോറിറ്റി കൊടുക്കുക. അതും കുറച്ച് പേരെ ഈ ഒരു ടൈമിൽ ഹീൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ നല്ലൊരു എനർജി നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരിക, നിങ്ങളുടെ ചിന്തകളിൽ കൊണ്ടുവരിക. എൻ്റെ ലൈഫിൽ ഒത്തിരി പ്രോസ്പെറിറ്റി ഉണ്ടാകുന്നതാണ്, ഒത്തിരി അബൻഡൻസ് ഉണ്ടാകുന്നതാണ്, നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതാണ്. ആ ഒരു ഊർജ്ജത്തിലിരിക്കാനായിട്ടും ശ്രമിക്കുക. അത് കുറച്ചും കൂടെ നിങ്ങളുടെ ലൈഫിൽ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട്, കുറച്ചും കൂടെ ഹീലിംഗ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഫൈനലായിട്ട് നിങ്ങളുടെ ചക്ര മെസ്സേജ് നോക്കാം. ഈ ഒരു ടൈം പീരീഡിൽ ഏത് ചക്രയാണ് കുറച്ചും കൂടെ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യേണ്ടത്, എന്ത് എനർജിയാണുള്ളത്? താങ്ക് യു. ഫയൽ നമ്പർ 2. ഓക്കെ, ക്രൗൺ ചക്രയുടെ എനർജിയാണ് വന്നേക്കുന്നത്. അതായത് നമ്മളുടെ തലയുടെ ഭാഗത്തുള്ള എനർജിയാണ്. അപ്പോൾ അവിടെ കുറച്ചും കൂടെ ക്ലാരിറ്റി, വ്യക്തത കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. എഗെയിൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടെ ലൈറ്റ് എനർജി ആയിട്ട് കണക്ട് ചെയ്യുക. ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലോട്ട് പേഴ്സണലി എടുക്കാതിരിക്കുക. എന്താണോ ഉൾക്കൊള്ളേണ്ടത്, എന്താണോ സ്വീകരിക്കേണ്ടത്, അത് ഫിൽട്ടർ ചെയ്തിട്ട് നിങ്ങളുടെ ഉള്ളിലോട്ട് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് വ്യക്തത, ക്ലാരിറ്റി ഇല്ലാതെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ടാകാം. അപ്പോൾ അതിനെ കുറച്ചും കൂടെ സമാധാനത്തിൻ്റെ എനർജിയിൽ, ഇവിടെ പീസ് വന്നിട്ടുണ്ട്, സമാധാനത്തിൻ്റെ ആ ഒരു എനർജിയിൽ ഇരുന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതും കുറച്ച് പേരെ സഹായിക്കുന്നതാണ്. ഇവിടെ മെസ്സേജ് വന്നിട്ട് ഇൻ സ്റ്റിൽനെസ് ദ ആൻസർ വിൽ ബി റിവീൽഡ്. നിങ്ങൾക്ക് എന്താണോ അറിയേണ്ടത്, എന്താണോ മനസ്സിലാക്കേണ്ടത്, അത് നിങ്ങൾ കാമായിട്ടിരുന്നാൽ, റിലാക്സ്ഡ് ആയിട്ടിരുന്നാൽ മാത്രമാണ് ആ ഒരു എനർജി, ആ ഒരു ആൻസേഴ്സ് നിങ്ങളുടെ അടുത്തോട്ട് വരത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. മെഡിറ്റേഷൻ ചെയ്യുക. കുറച്ച് സമയം നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട്, ചിലവഴിക്കാനായിട്ട് ശ്രമിക്കുക. മെയിനായിട്ട് ക്രൗൺ ചക്ര മെഡിറ്റേഷൻ ചെയ്യുക. അതെല്ലാം നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഓവറോൾ നിങ്ങളുടെ എനർജീസ് ബാലൻസ്ഡ് ആയിട്ട്, റിലാക്സ്ഡ് ആയിട്ട് വരുന്ന സമയത്ത് കുറച്ചും കൂടെ ഇല്യൂഷൻ, മായ, അത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സത്യം എന്താണ്, ട്രൂത്ത് എന്താണ്, എന്താണ് ഞാൻ തീരുമാനങ്ങൾ എടുക്കേണ്ടത്, അത് നിങ്ങൾക്ക് വ്യക്തമാകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.